വേറൊരു ഉദാഹരണം കൂടി പറയാം. നമ്മൾ ഉമ്മാന്റെ ഗർഭാശയത്തു നിന്ന് പുറത്ത് ചാടി ഒരു 5 വയസ്സൊക്കെയുള്ള സമയത്ത് നമ്മൾ പറയാനത് എനിക്കെൻ്റെ വാപ്പാന്റെ മായിട്ട് താടി ഇത്ര വേണം, അല്ല വാപ്പാന്റെ എത്ര വലിപ്പമുള്ള കൈ എനിക്ക് വേണം, നടക്കോ? അതിനൊരു കാലത്ത് സമയമുണ്ട്. എന്നതുപോലെ ചില കാര്യങ്ങളും അള്ളാഹു താല തരണമെങ്കിൽ സമയപരിധികളുണ്ട്. ആ സമയം നമ്മളിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ആരെന്ത് എതിർത്ത് കഴിഞ്ഞാലും അവൻ ആ സമയം അവനിലേക്ക് എത്തിച്ചു. കാലചക്രം എന്ന് പറഞ്ഞ ചക്രത്തിലൂടെ നമ്മൾ എത്തിപ്പെടുക തന്നെ ചെയ്യും. നമ്മൾ എത്തിപ്പെടുകയല്ല, നമ്മളെ എത്തിപ്പെടിയിപ്പിക്കണം. ചില ആളുകൾ പറയേ ഞാൻ പാതി ദൈവം പാതി. ഞാൻ പാതി ദൈവം പാതി എന്താ? അപ്പോൾ ഓന് പഠിച്ചോന്റെ പകുതി പണി ഓന് ഏറ്റെടുത്തോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. എന്നാ ആകാശത്ത് നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മഴ വർഷിപ്പിക്കുന്നത്, ഭൂമിയിൽ നിന്ന് വിത്തുകൾ മുളപ്പിക്കുന്നത്, രാവിനെ കൊണ്ടുവരുന്നത്, പകലിനെ കൊണ്ടുവരുന്നത്, എന്നാ ഇവനെ കൊണ്ട് പകുതി പണി എടുക്കട്ടെ? അതൊക്കെ അറിവുകേടിന്റെ മൂടപ്പെടലുകൾ, ഇരുട്ടിൽ മൂടിയ അറിവുകളാണ് അവനിൽ വന്നെത്തിപ്പെട്ടത്. കാരണം ഞമ്മക്കുള്ള ഓരോ ചിന്താഗതി, നമ്മളുള്ള റൂഹിനെ, നമ്മളുള്ള റൂഹ് പൊതിഞ്ഞ മൺപേടകം, ഇതിനെല്ലാം സൃഷ്ടിച്ച് നമ്മളെ ചിന്താമണ്ഡല, നമ്മളൊരു വസ്തുവിനെ എടുക്കാൻ പോണതിനുള്ള ചിന്തിക്കുന്ന വിഷയം വരെ ഉണ്ടാക്കി തന്നവരാ പടച്ച തമ്പുരാനാ. അവന്റെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു മെറ്റീരിയൽ മാത്രമാണ് നമ്മൾ. ആ അവസ്ഥയിലേക്ക് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഇവിടെ ആസ്വാദനം മാത്രമേ ഉണ്ടാവുള്ളൂ. ഓർക്കുക, ചിന്തിക്കുക, ചിന്തിച്ച് പ്രവർത്തിക്കുക. ബൈ.